ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ളത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ആണ്. സോ PSC പ്രീവിയസ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള MLT ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. Transporting of blood sample in ice pack is required for the estimation of option A ethanol, B ammonia, C testosterone and option D prolactin. അപ്പൊ നമ്മൾ ബ്ലഡ് സാമ്പിള് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഐസ് പാക്ക് വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏത് എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്? എത്തനോൾ ആണോ, അമോണിയ ആണോ, ടെസ്റ്റോസ്റ്റിറോൺ ആണോ, പ്രൊലാക്റ്റിൻ ആണോ? ഏതാണ്? ആൻസർ ഈസ് അമോണിയ. കാരണം അമോണിയ നമ്മളിപ്പോൾ കളക്ട് ചെയ്ത പാടെ തന്നെ നമ്മൾ എന്താക്കണം? ട്രാൻസ്പോർട്ട് ചെയ്യണം. വിത്തിൻ 1 hour നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. വിത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ IC വാട്ടർ അല്ലെങ്കിൽ ഐസ് പാക്ക് വെച്ചിട്ടായിരിക്കണം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ബിക്കോസ് അമോണിയന്റെ ലെവല് നമ്മൾ കണ്ടിന്യൂസ്ലി ഡീഗ്രഡേഷൻ നടക്കുന്നുണ്ട്. ഇൻവിട്രോയില് എൻസമാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ് അത് അമോണിയ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഐസ് പാക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ 37°C ആണ് ബോഡി ടെമ്പറേച്ചർ. അപ്പൊ പുറത്തും ആ ഒരു ടെമ്പറേച്ചർ, ഒരു ഏകദേശം ആ ടെമ്പറേച്ചർ ആണെങ്കിൽ അമോണിയ എന്താവും? എൻസമാറ്റിക് റിയാക്ഷൻസ് നടന്നിട്ട് അമോണിയ ഡീഗ്രേഡ് ചെയ്യും. അപ്പൊ നമുക്ക് കറക്റ്റ് അമോണിയന്റെ ലെവൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എസ്റ്റിമേഷൻ ഓഫ് അമോണിയ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഐസ് പാക്ക് വെച്ചിട്ടായിരിക്കണം. ഓക്കെ, കാരണം അത്രയും പെട്ടെന്ന് എൻസമാറ്റിക് റിയാക്ഷൻസ് നടക്കുന്നതാണ് അമോണിയ. ആൻഡ് ഇറ്റ് ഈസ് ആൻ എൻ പ്രൊഡക്റ്റ് ഓഫ് എന്തിൻ്റെയാണ്? അമിനോ ആസിഡ് മെറ്റബോളിസത്തിന്റെ എൻ പ്രൊഡക്റ്റ് ആണ്. എൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും കുറെ അമോണിയ കഴിഞ്ഞിട്ടും നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ആ ഒരു അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിത്തിൻ 1 hour തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടഡ് വിത്ത് ഐസ് പാക്ക് ആയിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following is not used as a urine preservative? So option A tungstic acid, B thymol, C HCl and D chloroform. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം തൈമോളും HClഉം ക്ലോറോഫോമും ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂറിൻ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് ഡൗട്ട് വരാം, ഈ ടെങ്സ്റ്റിക് ആസിഡും യൂറിനിൽ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതൊരു ഡൗട്ട് വരാം. സോ ദ ഓപ്ഷൻ നമ്മൾ പറയുന്നത് ടെങ്സ്റ്റിക് ആസിഡ് ആണ്. പക്ഷെ അതെന്താണ്? അത് precipitating ഏജന്റ് ആണ്. ഓക്കെ, സോ ടെങ്സ്റ്റിക് ആസിഡ് ഇസ് എ ഗുഡ് precipitating ഏജന്റ്. യൂറിൻ നമ്മൾ പ്രിസർവേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മൾ യൂറിൻ പ്രിസർവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിന്റെ കണ്ടൻസും അതിലുള്ള ഇതൊക്കെ നമ്മൾ precipitate ചെയ്യും. ഓക്കെ, സോ ടെങ്സ്റ്റിക് ആസിഡ് ഇസ് നോട്ട് എ യൂറിൻ പ്രിസർവേറ്റീവ്. ഇനി അടുത്ത തൈമോള്, HCl, ക്ലോറോഫോം, ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താ നോക്കാം. So thymol is the best preservative for routine biochemical tests but interfere with the protein estimation. റൊട്ടീൻ ആയിട്ടുള്ള ബയോകെമിക്കൽ ടെസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന യൂറിൻ പ്രിസർവേറ്റീവ് ആണ് തൈമോൾ. പക്ഷെ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ എസ്റ്റിമേഷനിൽ അത് ഇന്റർഫിയർ ചെയ്യും. ഓക്കെ, അപ്പൊ തൈമോൾ ഇസ് എ ഗുഡ് പ്രിസർവേറ്റീവ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് 6 നോർമൽ HCl ആണ്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് യൂറിൻ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ചെയ്യാനാണ് നമ്മൾ HCl യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഇത് യൂറിക് ആസിഡ് എസ്റ്റിമേഷനിൽ ഇന്റർഫിയർ ചെയ്യും. സോ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് യൂറിൻ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയൽ പ്രിസർവേറ്റീവ് ആണ് HCl. പക്ഷെ യൂറിക് ആസിഡ് എസ്റ്റിമേഷനിൽ അത് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ക്ലോറോഫോം. ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനഡിക്ട് ടെസ്റ്റ് വെച്ചിട്ട് അത് ഇന്റർഫിയർ ചെയ്യും. കാരണം യൂറിനെ നമ്മൾ ക്ലോറോഫോം ആണ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷുഗർ എസ്റ്റിമേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്ത്? ബെനഡിക്ട് ടെസ്റ്റ്. അപ്പൊ അതിൽ ഇന്റർഫിയർ ചെയ്യും. ഓക്കെ, അപ്പൊ തൈമോൾ, HCl ആൻഡ് ക്ലോറോഫോം ഇസ് ദ യൂറിൻ പ്രിസർവേറ്റീവ്സ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് infectious hepatitis is type B hepatitis, type A hepatitis, type C hepatitis, type D hepatitis. ഇതൊരു കൺഫ്യൂഷൻ ആണ്. കാരണം ഹെപ്പറ്റൈറ്റിസിൽ തന്നെ ഡിഫറൻഷിയേറ്റഡ് ABCD എന്ന് നമുക്ക് ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? ടൈപ്പ് A ആണ്. സോ ടൈപ്പ് A ഇസ് ദ
ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ്, HAV എന്ന് പറയും. ഓക്കെ. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് എന്താണ്? സിറം ഹെപ്പറ്റൈറ്റിസ് ആണ്. HBV ഫോർ സിറം ഹെപ്പറ്റൈറ്റിസ്. HCV എന്ന് പറയുന്നത് പോസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ ഹെപ്പറ്റൈറ്റിസ് ആണ്. നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് സി. ഓക്കെ. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഡി എന്ന് പറയുന്നത് ഒരു ഡിഫക്റ്റീവ് വൈറസ് ആണ്. അതിൽ HBVക്ക് വേണം ഫോർ ഇറ്റ്സ് റിപ്ലിക്കേഷൻ. സോ HBVയും HDVയും കൂടി, HBV ഉണ്ടെങ്കിൽ മാത്രമേ HDVക്ക് ഹെപ്പറ്റൈറ്റിസ് ഡിക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് inclusion bodies seen in case of fowl pox are negri bodies, guarneri bodies, molluscum bodies, Bollinger bodies. ഇത് ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതൊക്കെ ഫൗൾ ബോക്സിൽ നമ്മൾ ഈ ഇൻക്ലൂഷൻ ബോഡീസ് ആണ് ഈ നെഗ്രി ബോഡീസും ഗോർണറി ബോഡീസും മൊളുസ്കം ബോഡീസും ബോളിംഗർ ബോഡീസും. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഏത് ഡിസീസ് ആണ് ഈ ബോഡീസ് കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഷൻ ബോഡി കോസ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ദ ഫൗൾ ബോക്സിൽ കാണുന്ന ഇൻക്ലൂഷൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ബൊള്ളിംഗർ ബോഡീസ് ആണ്. സോ ബൊള്ളിംഗർ ബോഡീസ് ആർ സീൻ ഇൻ ദ ഫൗൾ ബോക്സ്. ഇനി മൊളുസ്കം കണ്ടീജിയസിൽ കാണപ്പെടുന്ന എന്താണ്? ഹെൻഡർസൺ പെറ്റർസൺ ബോഡീസ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ. ആൻഡ് റാബിസിൽ കാണപ്പെടുന്നതാണ് നെഗ്രി ബോഡീസ്. ആൻഡ് സ്മോൾ ബോക്സിൽ കാണുന്നതാണ് ഗോർണറി ബോഡീസ്. ഓക്കെ. അപ്പൊ മൊളുസ്കം ബോഡീസിൽ മൊളുസ്കം കണ്ടീജിയസം ഡിസീസിൽ വരുന്നതാണ് മൊളുസ്കം. അതിൽ കാണുന്നതാണ് ഹെൻഡർസൺ പെറ്റർസൺ ബോഡീസ്. റാബിസിൽ കാണുന്നതാണ് നെഗ്രി ബോഡീസ്. ആൻഡ് സ്മോൾ ബോക്സിൽ കാണുന്നതാണ് ഗോർണറി ബോഡീസ്. ഓക്കെ. സോ ഈ ഇൻക്ലൂഷൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂഷൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻട്രാസെല്ലുലാർ മാസസ് ആണ്. ഇത് ഉണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് ഹോസ്റ്റ് സെല്ലിൽ റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഓരോ വൈറസും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇൻക്ലൂഷൻ ബോഡി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇൻക്ലൂഷൻ ബോഡീസ് ആർ സ്പെസിഫിക് ഫോർ ഈച്ച് വൈറസ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻട്രാസെല്ലുലാർ മാസ് produced by the virus during its replication in the host cell. Okay. And next question is, who is the father of antiseptic surgery? Joseph Lister, Louis Pasteur, Edward Jenner and Robert Koch. അപ്പൊ ഇതൊക്കെ ഫാദേഴ്സ് ആണ്. ഇത് നമുക്ക് അറിയുന്ന കുറെ സയന്റിസ്റ്റുമാരാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് വരാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഓരോ ആന്റിസെപ്റ്റിക് സർജറിയിലെ ഫാദർ ആരാന്ന് നമ്മൾ നോക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ഫാദർ ഓഫ് മൈക്രോബയോളജിയും ബാക്ടീരിയോളജിയും ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി ഈസ് ജോസഫ് ലിസ്റ്റർ and the father of microbiology is Louis Pasteur and father of bacteriology is Robert Koch and father of immunology Edward Jenner and father of virology is Martinus Bejernik and father of chemotherapy is Paul Ehrlich and hand washing in the father അല്ല അങ്ങനെ വരുന്നത്. ഹാൻഡ് വാഷിംഗ് ആരാ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോക്സ് സെമൽവീസ് ആണ്. ആന്റിസെപ്റ്റിക് സർജറി ജോസഫ് ലിസ്റ്റ് വരുമ്പോൾ ലിസ്റ്റിൽ സെപ്റ്റിക് രണ്ടും SE വരുന്നില്ലേ, ആ ഒരു ആന്റിസെപ്റ്റിക് സർജറി ജോസഫ് ലിസ്റ്റർ. ആൻഡ് മൈക്രോബയോളജി ലൂയി പാസ്റ്റർ ആണ്. റോബർട്ട് കോച്ച് ബാക്ടീരിയൽ സെല്ല് കണ്ടുപിടിച്ചത്. അപ്പം അങ്ങനെ വെച്ചിട്ട് ബാക്ടീരിയോളജിൻ്റെത് റോബർട്ട് കോച്ച് ആണ്. ഇമ്മ്യൂണോളജി വാക്സിൻസ് ഒക്കെ ഇതായിട്ടുള്ളത് എഡ്വാർഡ് ജെന്നർ ആണ്. വൈറോളജിന്റെ ഫാദർ മാർട്ടിനസ് ബെജുർനിക് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ 5 ക്വസ്റ്റ്യൻസിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.